ഹായ് ഗൈസ്, അപ്പം നമുക്ക് ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം. കമോൺ. നമ്മളുടെ പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് മിൽമ പശുവിൻ്റെ പാൽ, ഇതെന്താണ്, നെയ്യാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ആക്കി കൊടുക്കാം. നമുക്കപ്പോൾ ഒരു ബ്രെഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ മേലെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ആക്കി. ഇത് നമ്മൾ എന്താക്കണം, വേഗെടുത്തിട്ട് തിരിച്ചിടണം. അപ്പോൾ തന്നെ അത് കരിഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രെഡ് നമുക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്തത് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ്, ഒരു ഹാഫ് പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അത് മതി. അപ്പം അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് അടുപ്പ് ഓണായിട്ടുണ്ടായിരുന്നില്ല. അപ്പം നന്നായിട്ട് അത് വാട്ടിക്കൊടുക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ ഇളക്കുന്നുണ്ട്. അങ്ങനെ അത് വാടി വരുമായിരുന്നു. അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ അതിലേക്ക് ഉപ്പിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ കുറച്ച് നേരം ഇളക്കി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഇടേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ഇനി അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് പൊട്ടിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന പോലെ മുട്ട പൊട്ടിക്കാൻ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത്രയും തട്ടൊക്കെ തട്ടുന്നത്. അങ്ങനെയൊക്കെ മുട്ടയൊക്കെ പൊട്ടി അതിൻ്റെ ഉള്ളിലിട്ട് നന്നായിട്ട് ചിക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു ഇതായിട്ടുണ്ട്. അങ്ങനെ ബ്രെഡ് എടുത്തിട്ട് നമ്മളതിൻ്റെ മേലെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ബ്രെഡ് വെച്ചിട്ട് മേലെ അടച്ചു വെച്ചു. പിന്നെ വേറെ ഉള്ളത് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. അപ്പം ഗൈസ്, നമ്മളുടെ സ്വാദിഷ്ടമായ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങോട്ട് കാണിക്കൂ, ഒരു പറ്റം പട്ടിണി കിടന്നിരിക്കുന്നു റൂംമേറ്റ്സ് ഉണ്ട്. നമുക്ക് അവർക്ക് ഇത് കൊടുത്തിട്ട് എക്സ്പ്രഷൻ സൂം ചെയ്യൂ. ജോർജിയസ് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കൊടുക്ക തിരിച്ചു കൊടുക്കാൻ തരത്തില്ല ബാക്കി. ആ പല്ല് ഹൈലൈറ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളെ ക്യാമറമാൻ ഇവിടെ വെള്ളം ഇറക്കിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് എറിയുന്നതാണ് ജേമി. കുട്ടിന്റെ പുറത്തെ പറ കടിച്ചമർത്ത്. നല്ലതാണ് ഗൈസ്. അതെ, അല്ലെങ്കിൽ അവൾ അടിക്കും ഗൈസ്. അപ്പൊ അടുത്ത റെസിപ്പി ആയിട്ട് പിന്നെ ദിവസം കാണാം. ബൈ.